അല്ല, സാധാരണ മസിലിനെ കുറിച്ച് വലിയ വിവരമൊന്നും നമുക്ക് കിട്ടാറില്ല. പിന്നെ ഈ ജിംനേഷ്യത്തിലൊക്കെ പോകുന്നവർക്ക് കിട്ടുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു സാധാരണ ലേമാന് മസിലിനെ കുറിച്ച് വലിയ വിവരം. നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് 600-ലധികം മസിലുകളുണ്ട്. ശരിക്കും നമ്മുടെ ബോഡി വെയിറ്റിന്റെ 40% ഉണ്ടാവേണ്ടത് മസിലുകളാണ്. എന്നാൽ പല ആൾക്കാരിലും ഇതിൽ ഒത്തിരി വേരിയേഷൻസ് വരുന്നുണ്ട്. മേ ബി ഒരു 25 മുതലൊക്കെയാണ് പല ആൾക്കാരിലും വരുന്നത്. അപ്പൊ ഈ ബോഡി വെയിറ്റ് ബാക്കിയുള്ളത് എന്താണ് കൊണ്ടുപോകുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മസിലുകൾ എത്രയുണ്ടോ അത് നോക്കിയിട്ട് അയാളുടെ പ്രായത്തിനെ പറ്റി അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് എന്നതിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് നോർമലി 4-5 പുഷപ്പ് മാത്രം എടുക്കുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 15 പുഷപ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ കൈയൊക്കെ നന്നായിട്ട് ബൈസെപ്സ് ഒക്കെ നന്നായിട്ടൊന്ന് സ്ട്രെസ്ഡ് ആവും. ആ ഒരു സ്ട്രെസ് അവിടെ മസിലിന് ഇൻഫ്ലമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള സർക്കുലേഷൻ പോലും കുറഞ്ഞു പോകാം. ഇൻ കേസ് അദ്ദേഹത്തിന്റെ പ്രോപ്പർ ആ ഇഞ്ചുറിയെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഇല്ലെങ്കിൽ. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മസിലിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഇതിനെ പറ്റി അങ്ങനെ അധികം ആരും പറഞ്ഞു കാണാറില്ല. എന്നാൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരുപക്ഷെ ഈ സെഷൻ കഴിയുമ്പോഴേക്ക് മനസ്സിലാവും. നമുക്കിതിന്റെ ഫർദർ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ അടുത്ത ആഴ്ച ആയിരിക്കും കുറച്ചുകൂടി വ്യക്തമാവുക. ഓക്കെ, മസിൽസ് എന്താണ് ശരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആക്ച്വൽ ശക്തി, ഊർജം എന്ന് പറയുന്നത് ഈ ഒരു മസിൽ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, മസിൽ ഇല്ലാതെ നമ്മൾ വെറും എല്ല് മാത്രമായിട്ടാണെങ്കിൽ നമ്മുടെ കാണാൻ എങ്ങനെയുണ്ടാവും? ഏറ്റവും എളുപ്പത്തിൽ അതാ പറയാം. ഇൻ കേസ് നമ്മൾ കാണാനൊക്കെ ഓക്കെ, എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നാണെങ്കിലും നമ്മുടെ എല്ലാ ചലനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലുകളുടെ ശരീരമായിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ മസിലുകൾ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ടോ, ഇതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ മസിലുകൾ ആവശ്യമുണ്ട്. അതെങ്ങനെയാണ്? അതിന്റെ കുറച്ച് ഡെപ്തിലേക്ക് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് കുറച്ച് ഫൺ ഫാക്ട്സ്. ടെൻഡൻസ് ആണ് നമ്മുടെ മസിലുകളെ നമ്മുടെ എല്ലുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇത് ഞാനിപ്പം പറഞ്ഞില്ലേ, നമ്മുടെ ചലനങ്ങൾ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഒരു എല്ല് മടങ്ങുമ്പോൾ അതിനനുസരിച്ച് തന്നെ മറ്റേ എല്ലിനും ഒരു ചെറിയ മൂവ്മെന്റ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് ഇതൊക്കെ പോസിബിൾ ആവുന്നത്? അതിന് ടെൻഡൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതേസമയത്ത് എല്ലുകളെ കണക്ട് ചെയ്യുന്നതിന് ലിഗമെന്റ്സ് എന്നാണ് പറയാം. എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിന്റെ 85% ഹീറ്റ് തെർമോജെനിസിസ് എന്ന് പറയും. ആ ഹീറ്റ് ഉണ്ടാവുന്നത് മസിൽ കോൺട്രാക്ഷൻ വരുമ്പോഴാണ്. മസിലുകൾ ചുരുങ്ങുക, അല്ലെങ്കിൽ രണ്ട് പ്രവർത്തനങ്ങളാണ് പൊതുവെ നടക്കുന്നത്. മസിലുകൾ ചുരുങ്ങും, വികസിക്കും. വികസിച്ചിട്ട് പഴയ പോലെ ആവുള്ളൂ. ഓക്കെ, ആ ചുരുങ്ങൽ എന്ന് പറയുന്ന പ്രോസസ്സിലാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ് 85% ശരീരത്തിന്റെ ടെമ്പറേച്ചറും ഉണ്ടാകുന്നത്. നമ്മുടെ റൈറ്റ് സൈഡ് ബ്രെയിൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടെക്സ് എന്ന് പറയും. റൈറ്റ് സൈഡ് ബ്രെയിൻ ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള മസിൽ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ചും ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആണ് റൈറ്റ് സൈഡിലുള്ള മസിലുകളുടെ മൂവ്മെന്റ് സാധ്യമാക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് ആണ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിന്റെ മൂവ്മെന്റ് ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ ആയിട്ട് ഡിസ്റ്റർബ് ആവുന്നത്. മസിൽസ് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, അതൊരു പെയർ ആയിട്ടാണ്. ഒരു പ്രൈമറി മസിൽ ഉണ്ടാവും ഒരു ആക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു സെക്കൻഡറി മസിൽ ഉണ്ടാവും. ഈ പ്രൈമറി മസിലും സെക്കൻഡറി മസിലും ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു ചലനം പോസിബിൾ ആക്കുന്നത്, ഒരു മൂവ്മെന്റ് ശരിയാക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ആ ചലിക്കുന്ന രീതി ഒരല്പം മാറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് കൈ മടക്കുമ്പോഴുണ്ടാവുന്ന മസിലിന്റെ മൂവ്മെന്റ് പ്രൈമറി മസിലും സെക്കൻഡറി മസിലും വ്യത്യാസം വരും. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ കൂടുതലൊന്നും ചെയ്തില്ല, കൈ ഒന്ന് തിരിച്ചു പിടിച്ചത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ ഓരോ മൂവ്മെന്റിനും പ്രൈമറി മസിലും സെക്കൻഡറി മസിലും ഇൻവോൾവ് ചെയ്യുന്നത് വ്യത്യാസം വരുന്നുണ്ടാവും. മസില് ഞാനിപ്പോ ആദ്യം പറഞ്ഞു കോൺട്രാക്ഷൻ ആണ് പോസിബിൾ ആവുന്നത്, എന്നിട്ട് അത് പഴയ സ്ഥിതിയിലേക്ക് എത്തും. വികാസം എന്ന് പറയുന്നത് ശരിക്കും ചുരുങ്ങലും വികസിക്കലും എന്ന് പറയുന്നത് വികാസം കൂടുതലാവുന്നില്ല, നേരത്തെ ഉണ്ടായ പൊസിഷനിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധനം വലിക്കാനാണ് എളുപ്പം, തള്ളാനല്ല. തള്ളാൻ എന്ത് വേണം? നമ്മുടെ മസിൽ കൂടുതൽ വികസിച്ചിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഒരു സാധനം വലിക്കാം, പുഷ് ചെയ്യാനുള്ള സ്ട്രെങ്ത് പൊതുവെ കുറവായിരിക്കും. മസിലിന് അത് പോസിബിൾ അല്ല. നമ്മുടെ
മുഖത്തൊരു ചിരി വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 17ഓളം മസിലുകളാണ് ഇൻവോൾവ് ആവുന്നത്. അതേ സമയത്ത് നമുക്കൊന്ന് ഒരു നൈരാശ്യം അല്ലെങ്കിൽ ഒരു ദേഷ്യം ഒക്കെയാണ് നമ്മുടെ മുഖത്ത് പ്രകടമാവുന്ന ഭാവമെങ്കിൽ അവിടെ ഏകദേശം 43ഓളം മസിലുകളാണ് ഇൻവോൾവ് ആവുന്നത്. ശരിക്കും സ്മൈലിങ്ങും ഫ്രോണിങ് എന്ന് പറയും. ഫ്രോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെറ്റി ശരിക്കും ചുളിയും. ഈ ചുളിയലും ഒക്കെ കൂടിയിട്ടാണ് ഏകദേശം ഇത്രയും മസിലുകൾ ഇൻവോൾവ് ആവുന്നത്. മുഖത്ത് ഇത്രമാത്രം പേശികളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ട വേറൊരു കാര്യം. നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് 600-ലധികം മസിലുകളുണ്ട്. ശരിക്കും നമ്മുടെ ബോഡി വെയിറ്റിന്റെ 40% ഉണ്ടാവേണ്ടത് മസിലുകളാണ്. എന്നാൽ പല ആൾക്കാരിലും ഇതിൽ ഒത്തിരി വേരിയേഷൻസ് വരുന്നുണ്ട്. മേ ബി ഒരു 25 മുതലൊക്കെയാണ് പല ആൾക്കാരിലും വരുന്നത്. അപ്പൊ ഈ ബോഡി വെയിറ്റ് ബാക്കിയുള്ളത് എന്താണ് കൊണ്ടുപോകുന്നത്? ഒരുപക്ഷെ ഫാറ്റോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോ അങ്ങനെ ഒരു പൊണ്ണത്തടിയുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടി വരും? നമ്മുടെ മസിൽ മാസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഹാർഡസ്റ്റ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓർഗൻ അല്ലെങ്കിൽ മസിൽ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഹാർട്ടാണ്, ഹൃദയമാണ് എത്രയും കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന ഒരു മസിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ അനങ്ങുന്ന സമയത്താണ്. ഏകദേശം 10,000-ഓളം മസിൽ മൂവ്മെന്റ്സ് ആണ് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് താഴെ ടച്ച് ആവുന്ന ഒരു ഭാഗമില്ലേ, അത് മുതൽ കാലിന്റെ എന്താ മുട്ട് വരെയുള്ള ആ ഒരു രീതിയിലേക്കാണ് ആ ഒരു ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറഞ്ഞ മസിൽ വരുന്നത്. ഏറ്റവും ചെറിയ മസിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്കകത്താണ്, ഇന്നർ ഇയർ എന്ന് പറയും. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസറ്റർ എന്ന് പറയും, ഈ ഒരു മസിൽ ശരിക്കും അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മുടെ ജോ അല്ലെങ്കിൽ ഈ കീഴ്ത്താടിയൊക്കെ എത്രയും ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എപ്പോഴും അതൊക്കെ നമ്മളെ വിട്ടു പോയേനെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചവയ്ക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഒരുപക്ഷെ ഇല്ലാതായി പോയേനെ. ഓക്കെ, സോ എന്തൊക്കെ തരത്തിലാണ് മസിലുകൾ ഉള്ളത്? 3 തരത്തിലുള്ള മസിലുകളാണ് കാണപ്പെടുന്നത്. അതിലൊന്ന് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ മാത്രം ആയിട്ടുള്ള മസിലുകളാണത്. വേറെ ഒരു ഓർഗനും ഈ ഒരു കാർഡിയാക് മസിലിന്റെ സ്ട്രക്ചർ കാണുന്നില്ല. ഇതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രേറ്റഡ് മസിൽ എന്ന് പറയാം. ലെയർ ആയിട്ട് അത് അടുക്കി വെച്ച പോലെ ഉണ്ടാവാം. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. സ്ട്രേറ്റഡ് മസിൽസ് എന്നാണ് പറയുക. സ്കെലിറ്റൽ മസിലും അതുപോലെ തന്നെ കാർഡിയാക് മസിലും കുറെ മസിൽ ഫൈബേഴ്സ് നിരത്തി വെച്ച പോലെ ഉണ്ടാവും. ഒരുപക്ഷെ പുൽപ്പായൊക്കെ കണ്ടിട്ടുണ്ടോ? പുൽപ്പായൊക്കെ അതിങ്ങനെ പുല്ല് നിരക്കി വെച്ചതല്ലേ, അതുപോലെ ഉണ്ടാവും. അങ്ങനെയുള്ള മസിൽ ഫൈബേഴ്സ് ആണ് കാർഡിയാക് മസിലിനും സ്കെലിറ്റൽ മസിലിനും ഉള്ളത്. സ്കെലിറ്റൽ മസിലാണ് ഇതിൽ രണ്ടാമത്തെ വിഭാഗം. സ്കെലിറ്റൽ മസിലിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൺട്രോളിലാണ് ഉള്ളത്. കാർഡിയാക് മസിൽ നമ്മുടെ കൺട്രോളിലാണോ? അല്ല. നമ്മൾ ചിന്തിച്ചിട്ടല്ല നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്. താങ്ക് ഗോഡ്, അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടേ അത് പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ള ഒരു സമയം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി പോയി, അല്ലെ? ഈ സ്കെലിറ്റൽ മസിൽ നമ്മുടെ ശരീരത്തിൽ ആക്ച്വലി ഏറ്റവും കൂടുതലുള്ളതും ഒരുപക്ഷെ നമുക്ക് കൺട്രോൾ ഉള്ളതുമായ കാര്യമാണ്. കൺട്രോൾ എന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത് അതിന്റെ നിയന്ത്രണത്തിൽ മാത്രമല്ല, അതിനെ ഇൻക്രീസ് ചെയ്യാൻ കൂടി നമുക്ക് കഴിവുണ്ട്. എങ്ങനെ? നല്ല ഫുഡ് പാറ്റേൺ ഒക്കെ കൊണ്ടുപോയാൽ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 40% എങ്കിലും നമ്മുടെ മസിൽസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്കെലിറ്റൽ മസിലിന്റെ അളവ് ഇംപ്രൂവ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ മസിൽസ് കൂട്ടാൻ പറ്റും. സ്മൂത്ത് മസിൽ എന്ന് പറയുന്നതാണ് നോർമലി നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പല വെസൽസും പല രക്തക്കുഴലുകളും അല്ലെങ്കിൽ പല ലിംഫ് നോഡ്സ് പല കുഴലുകളും ഉണ്ട്, അല്ലെ? ഈ കുഴലുകൾ, വെസൽസ്, ഈവൻ നമ്മുടെ ഇൻഡസ്റ്റൈൻ, ഇതൊക്കെ വരുന്നത് ഈ സ്മൂത്ത് മസിലാണ്. സ്മൂത്ത് മസിലിന് സ്ട്രേറ്റഡ് മസിൽസ് അല്ല. അതിന് അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈബേഴ്സ്, മസിൽ ഫൈബേഴ്സ് നിരത്തി വെച്ച പോലെ അല്ല ഉണ്ടാവുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിണഞ്ഞിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പോർഷൻസ്. അത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ശരീരത്തിലുള്ള ടോട്ടൽ മസിലുകൾ. ഓക്കെ, ഇത് എന്തിനാണ് ഇത്രയൊക്കെ മസിലുകൾ? ഒന്ന് പ്രധാനമായിട്ട് നമ്മുടെ മൂവ്മെന്റ് തന്നെ. ഒരുപക്ഷെ സസ്യങ്ങളിൽ നിന്ന് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? നമുക്ക് ചലിക്കാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ, നമ്മുടെ നേരെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, ഈ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ബോഡി മൂവ്മെന്റ്സിൽ നമ്മുടെ പോസ്ചർ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ മസിൽസിന്റെ സ്ട്രെങ്ത് ഇമ്പോർട്ടൻസ് ആണ്. സ്റ്റെബിലൈസസ് ജോയിന്റ്സ്.
പല പല ജോയിന്റ്സും, ഞാനിപ്പോൾ ഇരിക്കുക എന്ന് പറഞ്ഞു, പല പല ജോയിന്റ്സും കണക്ട് ആവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ വീണ് പോയേനെ അല്ലെ. ഈ ജോയിന്റ്സ് സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ടെൻഡൻസും അതുപോലെ തന്നെ മസിൽസും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ ഊർജ്ജം, ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ എന്തിനാ? നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കും. അപ്പൊ ബോഡി ഹീറ്റ് പ്രധാനമാണ്. സബ്സ്റ്റൻസസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇതിനകത്ത് പല രീതിയിലുള്ള, നമ്മുടെ ശരീരത്തിനകത്ത് പല രീതിയിലുള്ള സബ്സ്റ്റൻസസും ഉണ്ട് അല്ലെ. ഇതിനെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയാം ഭക്ഷണം. നമ്മുടെ ശരീരത്തിനകത്ത് ഭക്ഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് എന്തിനുള്ളത്? നമ്മുടെ മസിൽ അല്ലെങ്കിൽ ഈ അന്നനാളത്തിന് ഉള്ള മൂവ്മെന്റ്, അതുപോലെ കുടലിനുള്ള മൂവ്മെന്റ് കൊണ്ടല്ലേ അത് പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ്, സബ്സ്റ്റൻസസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കാരണം നമുക്ക് ശ്വാസം കിട്ടണമെങ്കിൽ, ശ്വാസോച്ഛ്വാസം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ഈ ഒരു മസിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഡയഫ്രം, ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചപ്പോഴും അത് പറഞ്ഞിരുന്നു. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പോസിബിൾ ആവണമെങ്കിൽ, ഞാൻ സംസാരിക്കുമ്പോൾ സൗണ്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ആംഗ്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റണമെങ്കിൽ, അതുമല്ലെങ്കിൽ എനിക്കൊരു കാര്യം എഴുതാൻ പറ്റണമെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ഓർഗൻസും അത് എല്ലാ കുഴലുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ മസിലുകൾ കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, മസിലുകൾ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ആയിട്ടും അതുപോലെ മറ്റു പല ന്യൂട്രിയൻസിന്റെയും സ്റ്റോർ ഹൗസ് ആയിട്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മഗ്നീഷ്യം, കാൽസ്യം പോലെയുള്ള മിനറൽസിന് വേണ്ടിയിട്ടും വൈറ്റമിൻ ഡി പോലെയുള്ള വൈറ്റമിൻസിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈവൻ വൈറ്റമിൻ B12 വളരെ കൂടുതലായിട്ട് മസിലുകളിലാണ് കാണപ്പെടുന്നത്. സോ ഇത്തരം ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ മസിൽസ് നമ്മളോട് പറയാതെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ. എന്താണ് സ്കെലിറ്റൽ മസിൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാർഡിയാക് മസിൽ ഇൻവോളണ്ടറി ആണ്. അതുപോലെ തന്നെ ഇൻവോളണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുപോലെ തന്നെ ഓർഗൻസ് ഒക്കെ കമ്പോസ് ചെയ്തിരിക്കുന്ന മസിലുകളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. സ്കെലിറ്റൽ മസിലാണ് നമ്മുടെ നിയന്ത്രണത്തിൽ രണ്ട് രീതിയിലും വരുന്നത്. ഒന്ന്, നമുക്ക് ചിന്തിച്ചിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ വർധനവ് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ സ്കെലിറ്റൽ മസിൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഒന്നുകിൽ കേടാവും, അല്ലെങ്കിൽ കുറച്ചായിട്ട് ഇല്ലാതാവും. ഇവിടെ നമ്മുടെ മസിലുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു പ്രായം വരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആള് ആ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാറി, ജീവിത രീതി മാറിയിട്ട് പിന്നീട് അയാളുടെ ആരോഗ്യം കുറഞ്ഞു വരാനുള്ള ഒരു റീസൺ. സ്കെലിറ്റൽ മസിൽ ലോക്കോ മോട്ടോർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ചിന്തിക്കാനും ഒക്കെ പറ്റുന്നത് അല്ലെ. ഈ ആക്ഷൻസ് കറക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ ഈ സ്കെലിറ്റൽ മസിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ബ്ലഡ് വെസൽസ് അതിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂറോൺസ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസിൽ ഫൈബേഴ്സ്, ആ കംപ്ലീറ്റ് ഫൈബർ പലതരത്തിലുള്ള ചെറിയ മയോ ഫൈബറിൽസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ATPയും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ ടോട്ടലി ഈ ഒരു സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചർ ഇവിടെ കാണിച്ചു. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ പോയിട്ട് ADP അഡിനോസിൻ ഡൈ. അവിടെ കാൽസ്യം അയോണിന്റെ എങ്കിൽ കാൽസ്യം കുറഞ്ഞ ആൾക്കാരിൽ പൊതുവെ മസിൽ മൂവ്മെന്റ് കുറവായിരിക്കും. ഓക്കെ. അതുപോലെ അത് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഭാഗത്തിന് അകത്തേക്ക് വലിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് പൊതുവെ നമ്മുടെ ആ കോൺട്രാക്ഷൻ പോസിബിൾ ആവുന്നത്. സോ മയോസിൻ ഹെഡ്സ് ബൈൻഡ് വിത്ത് ATP, അഗൈൻ അത് ക്രോസ് ബ്രിഡ്ജ് ചെയ്തിട്ട് ആക്ടിൻ എന്ന് പറയുന്ന ആ പോർഷനിൽ നിന്ന് ഡിസ്റ്റാച്ച് ആവും. മയോസിനും ആക്ടിനും കമ്പൈൻ ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് പോസിബിൾ ആവുന്നത്. ജസ്റ്റ് അതിന്റെ ചെറിയൊരു സയൻസ് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. സോ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മസിൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സ്ട്രെസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് സാധാരണഗതിയിൽ ഒരു മസിൽ മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നത് മസിലിന്റെ ടെൻഷനാണ്. ഈ മസിലിന് ടെൻഷൻ കൂടുന്ന സമയത്ത് എന്താവും? ആ ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ കുറയും. ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മസിൽസ് ഇൻഫ്ലമേഷൻ വരും. അതുപോലെ തന്നെ നമ്മൾ ആ ഭാഗം കൊണ്ട് പിന്നെയും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുത്തും, കുറക്കും. വ്യത്യാസം വരുത്തും എന്ന് പറയുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള മൂവ്മെന്റിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ അളവോ അതിന്റെ വേവ് ലെങ്തോ ഒക്കെ നമ്മൾ അതിൽ വ്യത്യാസം വരുത്തുന്നുണ്ടാവും. ഓക്കെ. ഇങ്ങനെ ആവുമ്പോൾ അവിടെ നമുക്ക് പെയിൻ അനുഭവപ്പെടാം. ഈ പെയിൻ അനുഭവപ്പെടുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ മസിൽ ടെൻഷൻ എഗെയിൻ കൂടും. ഈ മസിൽ ടെൻഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിയോളജിക്കൽ സ്ട്രെസ് എന്നാണ് ഞാൻ ഇവിടെ പ്രത്യേകം പറയുന്നത്. സൈക്കോളജിക്കൽ, മാനസികമായിട്ട് മാത്രമല്ല,
നമ്മൾ ഒരു കാര്യം തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്ട്രെസ് ഇല്ല, ആ സ്ട്രെസ് ഒരു ഉദാഹരണത്തിന് നോർമലി 4-5 പുഷപ്പ് മാത്രം എടുക്കുന്ന ഒരാള് ഒരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 15 പുഷപ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ കൈയൊക്കെ നന്നായിട്ട് ബൈസെപ്സ് ഒക്കെ നന്നായിട്ടൊന്ന് സ്ട്രെസ്ഡ് ആവും. ആ ഒരു സ്ട്രെസ് അവിടെ മസിലിന് ഇൻഫ്ലമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള സർക്കുലേഷൻ പോലും കുറഞ്ഞു പോകാം. ഇൻ കേസ് അദ്ദേഹത്തിന്റെ പ്രോപ്പർ ആ ഇഞ്ചുറിയെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഇല്ലെങ്കിൽ. സോ റെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. മസിൽ ഫൈബേഴ്സിനെ ബ്രേക്ക് ഡൗൺ ആയ മസിൽ ഫൈബേഴ്സിനെ വലുതാക്കി കൊണ്ടുവന്ന് അവിടെ മസിൽസ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പോസിബിൾ ആണ്. സോ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു വേദനയും നമ്മളെ മൂവ്മെന്റ് കുറയുന്നതുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇഞ്ചുറി ഫർദർ ഇല്ലാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ പെയിൻ ഈസ് ഗുഡ്. സോ ബിൽഡിംഗ് മസിൽ ഈസ് ദ കീ ടു ഓപ്റ്റിമൽ ഹെൽത്ത് ആൻഡ് ലോങ്ജിവിറ്റി. നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മസിൽസ് ഉണ്ടാവുന്നതാണ് നമ്മുടെ പ്രായമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. വൺസ് മസിൽ മാസ് സേസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മസിലുകൾ എത്രയുണ്ടോ അത് നോക്കിയിട്ട് അയാളുടെ പ്രായത്തിനെ പറ്റി അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് എന്നതിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ പൊതുവെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തെ ചുളിവുകളും അതുപോലെ തന്നെ ഒരുപക്ഷെ നരച്ച മുടിയൊക്കെ നോക്കിയിട്ടായിരിക്കും. എന്നാൽ ഇതല്ല ശരിയായ മെത്തേഡ്. നമുക്ക് ശരിക്കും അത് നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മസിൽ മാസ് അല്ലെങ്കിൽ ബോഡി കമ്പോസിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനെ നോക്കേണ്ടത്. അത് കൊണ്ട് തന്നെ മസിൽസ് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളത്, എന്തിനു ഗ്രോ ചെയ്യണം എന്ന് ഏകദേശം ഒക്കെ അതിൽ തന്നെ എക്സസൈസ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ, അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള റെസ്റ്റ്, ഉറക്കം, ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് അടുത്ത ഒരു സെഷനിൽ വീണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിലെ മസിലുകളെ സ്വാധീനിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് സൈക്കോളജിക്കൽ സ്ട്രെസ് ആണ്. മാനസികമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് അത് ചിലപ്പോൾ ചില സൈക്കോസൊമാറ്റിക് രോഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ചലനശേഷിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിൽ ഫൈബ്രോമയാൽഗിയ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ സ്ട്രെസ്സിന് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മസിൽ ക്രാംസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു സെഷനിൽ മനസ്സിലാക്കാം.